പ്ലാസ്റ്റിക് കുപ്പിക്ക് 20 രൂപ എന്ന പദ്ധതി പിൻവലിക്കാനുള്ള ബെഫ്കോ തീരുമാനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജുവിന് അതൃപ്തി. ഇന്ന് ലിജു ബെഫ്കോ MD യോഗേഷ് ഗുപ്തയുമായി കൂടിക്കാഴ്ച നടത്തും. പദ്ധതി പിൻവലിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം ചർച്ചയാകും. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഡെപ്പോസിറ്റ് റീഫണ്ട് സ്കീം മുന്നോട്ട് കൊണ്ടുപോകാനും മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു. ദേവൻ MP ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ദേവൻ, ഗുഡ് മോർണിംഗ്. ഈ ജീവനക്കാരുടെ ജോലിഭാരവും പാരിസ്ഥിതിക പ്രശ്നവും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ബെഫ്കോയുടെ ഒരു U-ടേൺ അടി. പക്ഷേ മന്ത്രിക്ക് അതൃപ്തിയാണ്. വിവരങ്ങൾ എങ്ങനെ? ബെഫ്കോ ഔട്ട്ലെറ്റുകളിൽ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് 20 രൂപ അധികമായി ഈടാക്കുന്ന പദ്ധതി പിൻവലിച്ചതിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പദ്ധതി പിൻവലിക്കേണ്ട സാഹചര്യമില്ല, ഓണക്കാലത്തിന് ശേഷം വീണ്ടും പുനരാരംഭിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം എക്സൈസ് മന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മന്ത്രി ഈ പറയുന്നത് പോലെ തന്നെ ഒരു കൂടിയാലോചന ഇല്ലാതെ തന്നെ ഇത്തരം ഒരു ഉത്തരവ് CMDയുടെ ഭാഗത്തു നിന്നും വന്നതിൽ വലിയ അതൃപ്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബെഫ്കോ CMD യോഗേഷ് ഗുപ്തയുമായി നേരിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇന്നിപ്പോൾ ഈ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. ഈ എന്ത് കാരണത്താലാണ് ഈ പദ്ധതി പിൻവലിച്ചത് എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും ഈ ഉത്തരവിലൂടെ കഴിഞ്ഞ ദിവസം ഈ പദ്ധതി പിൻവലിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ജീവനക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒപ്പം തന്നെ പുതിയ കുപ്പികൾ സ്റ്റോക്ക് ചെയ്യുന്നതിലുള്ള സ്ഥല സൗകര്യമില്ലാത്തതുമാണ് ഈ പഴയ കുപ്പികൾ ഈ 20 രൂപ തിരികെ നൽകുന്ന പദ്ധതി പിൻവലിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് CMD വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തുടരുന്ന പദ്ധതി നല്ല ആശയമാണെന്നുള്ളൊരു അഭിപ്രായമാണ് എക്സൈസ് വകുപ്പ് മന്ത്രിക്കുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് തിരഞ്ഞെടുത്ത 10 ഔട്ട്ലെറ്റുകളിൽ വീതം തിരുവനന്തപുരത്തെയും കണ്ണൂർ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത 10 ഔട്ട്ലെറ്റുകളിൽ വീതം ഇത്തരത്തിൽ ഈ പ്ലാസ്റ്റിക് കുപ്പികൾക്ക് അധികമായി 20 രൂപ ഈടാക്കിയിരുന്നത്. പിന്നീട് ഈ കുപ്പികൾ തിരികെ നൽകുമ്പോൾ അധികമായി ഈടാക്കിയ 20 രൂപ തിരികെ നൽകുന്ന പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഈ മന്ത്രിയുമായി കൂടിയാലോചന കൂടാതെ തന്നെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിരിക്കാം ഒരുപക്ഷെ ഈ വകുപ്പ് മന്ത്രിക്ക് വലിയ അതൃപ്തിയുള്ളത്. ഏതായാലും ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ചയാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയമായി ഈ കുപ്പികൾ ശേഖരിക്കുന്നതിലും സംസ്കരിക്കുന്നതിലും മാർഗങ്ങൾ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശമാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. ദേവൻ, ശരി, വ്യക്തമാണ്. ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.